ഹായ്, ഇന്നൊരു കുഞ്ഞു ട്രാവൽ വ്ലോഗാണ്. ആന വണ്ടിയിലൊരു വാഗമൺ യാത്രയ്ക്ക് റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ. വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബസ് വന്നു. വിഴിഞ്ഞ ഡിപ്പോ എന്നുള്ള ബസ്സാണ്. ബസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ബലൂണും കളർ പേപ്പറൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. 4:30 മണിക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. കൃത്യം 6:30 മണിയായപ്പോൾ പത്തനംതിട്ട സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ചായയും വടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് അടൂർ, പത്തനംതിട്ട, റാന്നി, മുണ്ടക്കയം റൂട്ടിലൂടെയാണ്. എരുമേലി വഴിയാണ് നമ്മുടെ ബസ് കടന്നു പോയത്. അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മുണ്ടക്കയത്തെ റോസ്മേരിയ റെസ്റ്റോറൻറ്റിലെത്തി. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് യാത്ര തുടർന്നു. ഇത് നമ്മുടെ KSRTC വിഴിഞ്ഞം ഡിപ്പോയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള വാഗമൺ യാത്രയാണ്. ഒരാളുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 990 രൂപയാണ്. ഇതിൽ ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മൾ 3 സ്ഥലങ്ങളാണ് ഇതിൽ കവർ ചെയ്യുന്നത്: ഗ്ലാസ് ബ്രിഡ്ജ്, പൈൻ ഫോറസ്റ്റ്, പരുന്തുംപാറ. ഇതാണ് നമ്മുടെ ഡ്രൈവർ സജി ചേട്ടൻ. ചേട്ടൻ നല്ല അടിപൊളി ട്രെയിനിങ് ആണ്. ടോട്ടൽ 40 പേരാണ് ബസ്സിൽ പാസഞ്ചേഴ്സായിട്ടുണ്ടായിരുന്നത്. പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നല്ല വൈബായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ അന്ന് പോയിട്ട് വന്നത്. ഇത് ഞങ്ങളുടെ കണ്ടക്ടർ കൃഷ്ണകുമാറേട്ടനായിരുന്നു. ചേട്ടനായിരുന്നു ഏറ്റവും വൈബ്. അടുത്തതായിട്ട് ഞങ്ങൾ ഇറങ്ങിയത് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 15 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്തു. ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെയൊരു സീനൊക്കെ കാണാൻ വല്ലാത്തൊരു ഫീലാണല്ലേ. അങ്ങനെ ഞങ്ങൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെത്തി. ഇവിടെ ഒരാൾക്കുള്ള എൻട്രി ഫീസ് 25 രൂപയാണ്. നിങ്ങൾ ഈ കാണുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ വിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്ന് ഇവിടെയുള്ളൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ്, സ്കൈ സൈക്ലിംഗ്, സ്കൈ റോളർ, ഫ്രീ ഫോൾ, ഇതൊക്കെയാണ് ആക്ടിവിറ്റീസായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ വൃത്തിയുള്ള വാഷ്റൂം, ഒരു ഫുഡ് കോർട്ട്, കുട്ടികൾക്ക് കഴിക്കാൻ ഐസ്ക്രീം,
അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനായിട്ട് വന്നു. ഒരാൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണിത്. ഇവിടെ കയറുന്നതിനായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം 15 പേർക്ക് മാത്രമാണ് കയറാൻ പെർമിഷൻ ഉള്ളത്. അതുപോലെ ഒരാൾക്ക് 5 മിനിറ്റാണ് പരമാവധി സമയം അനുവദിച്ച് തന്നിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു. അത് നമ്മൾ വന്ന് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ശരിക്കും പറഞ്ഞു കേട്ടിട്ടുള്ളത് പേടിയാവുമെന്നാണ്. ശരിക്കും പേടി തോന്നിയില്ല, കാരണം താഴെയും മുകളിലും ഒക്കെ മഞ്ഞായിരുന്നു. ഇവിടെ ഓരോ ആക്ടിവിറ്റിക്കും നമ്മൾ സ്പെഷ്യലായിട്ട് ടിക്കറ്റ് എടുക്കണം. പിന്നെ കോംബോ ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ ഇതിലൊന്നും കയറാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് തിരക്കിയില്ല. പക്ഷേ ഊഞ്ഞാലിൽ എനിക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടെയുള്ള ആൾക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ട് അതും നടന്നില്ല. ഈ കാണുന്നത് അവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണ്. ഇതിന് 4 നിലകളാണുള്ളത്. ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അഡ്വഞ്ചർ പാർക്ക് മുഴുവനായിട്ട് കാണാം. ഞങ്ങളിവിടെ വന്നൊരു റീലൊക്കെ എടുത്തായിരുന്നു. അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടേക്കണേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ്. അടുത്ത യാത്ര പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി ഒരുപാട് വഴിയോര കടകളുണ്ടായിരുന്നു. അത്യാവശ്യം ഷോപ്പ് ചെയ്യുന്നവർക്ക് ഫാൻസി ഐറ്റംസും സ്പൈസസ്, ചോക്ലേറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പൈൻ ഫോറസ്റ്റിൽ ഒരാൾക്കുള്ള എൻട്രി ഫീസ് 10 രൂപയാണ്. പൈൻ ഫോറസ്റ്റ് കാണുമ്പോഴേ നമുക്ക് കുറേ സിനിമകളൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് ശരിക്കും ദേവദൂതനും സമ്മറിൻ ബത്ലഹേമൊക്കെയാണ്. ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ വാഗമണിലെ കൈലാസ് റെസ്റ്റോറൻറ്റിലാണ് എത്തിയത്. ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബുക്കിംഗ് ടൈമിൽ തന്നെ നമുക്ക് എന്താണ് ലഞ്ച് വേണ്ടതെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. ബിരിയാണിയും കഴിച്ചിട്ട് ഞങ്ങൾ പരുന്തുംപാറയിലേക്ക് യാത്ര തിരിച്ചു. ഇതാണ് ഞങ്ങളുടെ ഓൾ ടീം. ഏകദേശം 4 മണിയോടുകൂടി പരുന്തുംപാറയിലെത്തി. ഭയങ്കര തണുപ്പും കാറ്റുമായിരുന്നു അവിടെ. ഇവിടെ നമുക്ക് 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വെറ്റർ എടുക്കാത്തത് കൊണ്ട് ഈ 1.5 മണിക്കൂർ ഇവിടെ എങ്ങനെ നിൽക്കുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. അവസാനം ബാഗിൽ കിടന്നൊരു ഷോൾ എടുത്ത് മൂടി ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പോയ 3 സ്ഥലങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരുന്തുംപാറയാണ്. കാറ്റും മഞ്ഞും ഒരു പ്രത്യേകതരം കാലാവസ്ഥയായിരുന്നു.
ഞങ്ങൾ പോയതൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഇതുപോലെ ആനവണ്ടിയിൽ ഉല്ലാസയാത്ര വന്ന വേറെ ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു. ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു, പക്ഷേ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. അതുപോലെ ചായയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. അഞ്ചര മണിയായപ്പോൾ ഞങ്ങൾ പരുന്തുംപാറയിൽ നിന്നും യാത്ര തിരിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് എരുമേലിയിൽ പേട്ടത്തുള്ളലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ലോഗാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകൾ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. പക്ഷേ ഇതുപോലൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുമാത്രമല്ല, എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ആക്കണേ. തിരിച്ച് പത്തനംതിട്ട എത്തി ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പത്തനംതിട്ട സ്റ്റാൻഡിലെ കടയിൽ തന്നെ കയറി. കഴിച്ചത് വെച്ച് ഏറ്റവും മോശം ഫുഡായിരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് ആരും ട്രൈ ചെയ്യരുത്. പുറത്ത് നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട്, അവിടെ പോയി കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അവിടെ നിന്ന് കഴിച്ചത് ശരിയാകാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ഷവർമ കഴിച്ചു. ഏകദേശം ഒരു 11 മണിയോടെ ഞങ്ങൾ തിരിച്ചെത്തി.